ഹലോ ലെജൻസ്, വെൽക്കം ബാക്ക് ടു ലിസി ബോയ് ഗെയിമിംഗ്. ഇന്ന് നമ്മുടെ ഫോർഡ് ബ്രോങ്കോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ ഗാരേജിലേക്ക് എത്തിക്കണം. അതിന് നമ്മളിവിടെ ഒരു വലിയ ട്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇതങ്ങനെ നമ്മൾ ട്രക്കിൻ്റെ റാമ്പ് മെല്ലെ താത്തി ബ്രോങ്കോ നമ്മളങ്ങനെ മെല്ലെ ട്രക്കിലേക്ക് കയറ്റുകയാണ്. മഡായതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറിയാണ്. വണ്ടി ഇതിലേക്ക് കയറ്റാൻ കുറച്ച് സീനാണ് ഗൈസ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അവസാനം ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 2 വണ്ടികൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള 2 വണ്ടികളുണ്ട്. നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്താനാകുമ്പോൾ കാണിച്ചു തരാം. എന്നാലും നമ്മൾ വണ്ടി കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്, റൈറ്റ് സൈഡിലായിട്ടൊരു ഹെലികോപ്റ്റർ ക്രാഷായി കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ടൊരു ആർമി ഹെലികോപ്റ്റർ പോലെ ഉണ്ട് ഗൈസ്. അതോ യുദ്ധത്തിലോ അങ്ങനെ വല്ലതും ക്രാഷായതാണ്. പിന്നെ ആരും ഇത് എടുത്തില്ലെന്ന് തോന്നുന്നു, ഇവിടെ തന്നെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി നമ്മുടെ ബ്രോങ്കോ പെട്ടെന്ന് എത്തിക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് പോകാം, സമയം പാഴാക്കാനില്ല. ഈ വളവ് ഇവിടെ എത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗൈസ്, നടുവിൽ തന്നെ ഒരു കല്ലുണ്ട്. അതൊന്ന് കുറച്ച് റിസ്ക്കാണ്. കല്ലിൽ കയറി കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞാൽ പിന്നെ ക്രെയിനൊക്കെ വിളിക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചെടുക്കണം. നമ്മുടെ ട്രക്കിൻ്റെ ഡീസൽ ടാങ്കൊക്കെ കല്ലിൽ നല്ല രീതിയിൽ ഉറങ്ങി ക്രാഷായിട്ടുണ്ട്. എന്തായാലും ഇതല്ലാതെ വേറെ വഴിയില്ല ഇതിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും നമ്മുടെ ട്രക്ക് ഈസി ആയിട്ട് കല്ലിൻ്റെ മുകളിലൂടെ കയറി പോകുന്നുണ്ട്. പിന്നെ ട്രക്കിൻ്റെ മുകളിലൊരു വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അത് നമുക്ക് ഓരോ കല്ലിലും കയറുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ളൊരു വ്യൂ. കുറേ മീറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലാണ്. പഴയ വണ്ടികൾ ആയതുകൊണ്ടാണ് മൊത്തം അനലോഗ് മീറ്റേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നത്. ഈ വളവ് കുറച്ച് ടഫാണ് ഗൈസ്. ഇവിടെ നല്ല ഒടിവും ചെറിയൊരു കയറ്റമുണ്ട്. പോരാത്തതിന് ഫ്രണ്ടിൽ തന്നെ ഒരു മരം. അതുകൊണ്ട് ഒന്നുകൂടെ റിവേഴ്സ് എടുത്ത് നമുക്ക് കയറ്റി വെക്കാം. എന്തായാലും ഇത് കറക്റ്റ് എടുത്താൽ മാത്രമേ നമുക്കിവിടെ വളഞ്ഞ് കിട്ടുള്ളൂ. വളക്കുന്നത് കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ജസ്റ്റ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ട്. കയറി എത്തിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ വേറൊരു കല്ല് ഗൈസ്. കുറച്ച് റിസ്ക്കാണ് ഗെയിം കളിക്കാൻ. ഈ ഗെയിമിൻ്റെ പേരാണ് ഗൈസ് സ്നോ റണ്ണർ. നല്ല റിയലിസ്റ്റിക് ഫീച്ചേഴ്സും നല്ല ടഫുമാണ് ഗൈസ് ഈ ഗെയിം കളിക്കാൻ. ഏതൊരു ഓഫ് റോഡ് നിർമ്മിച്ച ഗെയിം പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയും റിയാലിറ്റി ഗെയിമിനുണ്ട് ഗൈസ്. ഇവിടെ ചെറിയൊരു വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത്. വെള്ളത്തിലൊക്കെ വണ്ടി താണു പോകാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. ഈ മുന്നിൽ കാണുന്ന നീല കളർ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മാർക്ക് ചെയ്തതാണ്, നമ്മുടെ റൂട്ട് മാപ്പ്. അതിങ്ങനെ നമ്മളവിടെ എത്തുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഗാരേജിലേക്കുള്ള വഴി അത് നോക്കിപ്പോയാൽ എത്താൻ സാധിക്കും. ഗായ്സ്, ഇതൊരു 6 വീൽ ട്രക്കാണ്. നല്ല ലോഡ് കയറേണ്ടത് കൊണ്ട് തന്നെ 6 വീൽ ആവശ്യമാണ് ഗൈസ്. ഇവിടെ ഈ കയറ്റത്ത് കുറച്ച് സീനാണ്. വണ്ടിയുടെ അടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റക്കായി, അതാണൊരു കുഴപ്പമുള്ളത്. എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വണ്ടി ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ വണ്ടി മെല്ലെ മുകളിലെത്തിയിട്ടുണ്ട്. ഓൾ വീൽ ഡ്രൈവാണ്.
എന്നിട്ടും വണ്ടി ചെറുതായിട്ട് സ്റ്റക്കായിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ക്യാപ്പബിലിറ്റീസ് കൊണ്ട് തന്നെ മെല്ലെ കയറി വന്നിട്ടുണ്ട്. ട്രക്കിൻ്റെ ഉള്ളിൽ കണ്ടോ ഗൈസ്, നമുക്ക് ഫാനൊക്കെ ഉണ്ട്. പഴയ വണ്ടി ആയതുകൊണ്ട് AC കാര്യങ്ങളൊന്നുമില്ല. ട്രക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂവിൽ വണ്ടി ഓടിക്കാൻ നല്ല റിസ്ക്കാണ്. കാരണം ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഉള്ളിൽ ഓടിക്കുമ്പോഴാണ് ഒരു റിയലിസ്റ്റിക് അനുഭവം നമുക്ക് കിട്ടുന്നത്. പക്ഷേ നല്ല ടഫാണ് ഗൈസ്. സൈഡിലെ മിററൊക്കെ നോക്കി ഓടിക്കണം. ഇവിടെ ഇപ്പോൾ കണ്ടോ ഗൈസ്, നമ്മൾ ഒരു പുഴയുടെ വക്കിലൂടെയാണ് ഗൈസ് പോകുന്നത്. സോ ഒന്ന് തെറ്റിയാൽ, അടി തെറ്റിയാൽ പുഴയിലായിരിക്കും ഗൈസ്. കയറ്റവും കുറച്ച് സീനാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ടയർ പിടുത്തമില്ലാണ്ടായി കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റക്കായി പോകും. പക്ഷേ ഈസി ആയിട്ട് പോന്നിട്ടുണ്ട്. ഇനി അത് ഇറക്കമാണ്. ഇറക്കത്ത് കുറച്ച് ഇറക്കമായതുകൊണ്ട് തന്നെ വണ്ടി തെന്നിപ്പോകാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് മെല്ലെ ഇറക്കണം. ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല, കാരണം നല്ല വെയിറ്റാണ്. എന്തായാലും സമയമൊക്കെ ചെറുതായിട്ട് മാറി മാറി വരുന്നുണ്ട്. രാത്രിയാവുന്നുണ്ട്, സമയം പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ടഫാണ് ഗൈസ്. കാരണം കറക്റ്റ് ട്രക്കിന് പോകേണ്ട ഒരു കറക്റ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും കറക്റ്റായിട്ട് ഓടിച്ചാൽ മാത്രമേ ഇവിടെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വണ്ടി ഇവിടെ സ്റ്റക്കായി. സോ നിങ്ങൾക്ക് ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ പണി കിട്ടും. സോ എന്തായാലും കറക്റ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വണ്ടി അതിൽ പോയിട്ടുണ്ട്. മഡ് എന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി മഡാണ് ഗൈസ്. എന്താ ചെയ്യുക, പോരാത്തതിനും മരങ്ങളും കല്ലുകളും. ഫ്രണ്ട് തന്നെ ഒരു മരം, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കൂടെ റിവേഴ്സ് എടുക്കേണ്ടി വരും. റിവേഴ്സ് എടുത്ത് നോക്കാം. ഓ ഗായ്സ്, ജസ്റ്റ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ജസ്റ്റായിട്ടുള്ള കളിയുണ്ട്. ജസ്റ്റ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ പണി കിട്ടും. സോ അവിടെ നമ്മളെങ്ങനെയൊക്കെയോ പുറത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. ഓ, മുന്നിൽ ആരോ ഒരു ലോറി കൊണ്ടിട്ടിട്ടുണ്ടല്ലോ ഗായ്സ്. നമുക്ക് പോകാനുള്ള സ്പേസ് സൈഡിലുണ്ടെന്ന് തോന്നുന്നു. എന്നാലും മെല്ലെ എടുത്തു നോക്കാം. ഗായ്സ് എന്തായാലും സൈഡിലൂടെ ചെറുതായിട്ട് പോകുന്നുണ്ട്. അവിടെ തട്ടിയിട്ടൊന്നുമില്ല. ഓ, ഇതൊരു വലിയ ട്രക്കാണല്ലോ ഗൈസ്. ഇതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ ഇത് പോകാനുള്ള സ്പേസ് ഇല്ല. നമ്മുടെ വണ്ടി തന്നെ കറക്റ്റ് പോകേണ്ട ഒരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ നല്ല റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഇറങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ നല്ല റോഡിലേക്കാണ് എത്തുന്നത്. അത്യാവശ്യം ടാർ ചെയ്ത റോഡാണ്, മഡൊന്നുമില്ലാത്ത. പക്ഷേ ഇവിടെ ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട് ഗൈസ്. അതായത് ആ മഡും റോഡും ചേരുന്ന ഭാഗത്ത് വണ്ടിയുടെ ഫ്രണ്ട് തട്ടി സ്റ്റക്കായി പോയി. ഇതെന്തായാലും കയറാൻ തോന്നുന്നില്ല, റിവേഴ്സ് ഇട്ടിട്ടും അനങ്ങുന്നില്ല ഗൈസ്. സോ നമുക്ക് വിഞ്ചിട്ടൊന്ന് സൈഡിലേക്ക് മെല്ലെ നീക്കി നോക്കാം, എന്നാൽ ചിലപ്പോൾ കയറുമായിരിക്കും. ഓ ഗായ്സ്, അങ്ങനെ കഷ്ടപ്പെട്ട് വിഞ്ചൊക്കെ ഇട്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് കയറ്റിയിട്ടുണ്ട്. ഇനി വലിയ സീനില്ല, ഒരു ടാർ ചെയ്ത റോഡാണ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത റോഡാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഗ്യാരേജിലേക്ക്. അടുത്തതായിട്ട് നമുക്കൊരു കിടിലൻ ഓഫ് റോഡ് ട്രയലിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോങ്കോ നമുക്ക് ഗ്യാരേജിൽ കൊണ്ടുപോയി നല്ല സെറ്റാക്കി എടുക്കണം. ഇന്നത്തെ റോഡൊന്നും നമുക്ക് വിശ്വസിക്കാനാവില്ല ഗൈസ്. ടാറിട്ട റോഡാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്, അതാണ് ഗൈസ് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്നത്. നമ്മുടെ മഹീന്ദ്രയുടെ താറാണ് ഗൈസ്. അത് താർ 3 ഡോറാണ് ഗൈസ്. 3 ഡോർ ഒരു നീല കളറിലാണ് സെറ്റാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ താറിൻ്റെ വലിയേട്ടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ജീപ്പ് റാംഗ്ലറുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഓടിച്ചെടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ ഗ്യാരേജിലെത്തി. നമുക്ക് എന്തായാലും ബ്രോങ്കോ ഇറക്കാം. എല്ലാവരും ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.